Hi dear students, good evening everybody. എല്ലാരും എത്തിയോ? Yes. Welcome back to Franklin's lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻസ്. Yes, fluid mechanics ന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Okay. Very good evening sir. Okay, hello, hi. Yes, അപ്പോൾ എങ്ങനെയാ മെക്കാനിക്സും സോളിഡ്സ് ഒക്കെ പഠിച്ച കാര്യങ്ങളെ വീട്ടിൽ പോയി പഠിച്ചായിരുന്നോ? വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ക്ലിയർ ആയോ? അതിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? റെഡി? ക്ലിയർ ആണ്. ഓക്കെ ഹാപ്പി. യെസ്, ഇന്റേൺഷിപ്പ് ഉണ്ടായോണ്ട് ഒന്ന് ഡിലേ. സാരല്ല. ഇന്റേൺഷിപ്പ് കുറെ കുട്ടികൾ ഇന്റേൺഷിപ്പിലാണ്. സാരല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് കാണുക. ഓക്കെ, ശരി മക്കളെ. അപ്പൊ ഇവിടെ നമുക്കിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, എയറോനോട്ടിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ യെസ്, നമുക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് നമുക്ക് പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ മക്കളെ. അപ്പോ യെസ്, വെൽക്കം ബാക്ക് ടു S3 മംഗൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ മൊഡ്യൂൾ 1 പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. മീൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. അടിപൊളി മൊഡ്യൂളാണ്. നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, +1 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് മര്യാദയ്ക്ക് അന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ ഇതെന്തായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ, ശരി. എന്നാലും ഇനി മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈസി ആക്കി കളയാം. ഓക്കെ, ശരി. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് സിലബസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ ഫ്ലൂയിഡ്സ് ആൻഡ് കണ്ടിന്യൂം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വേപ്പർ പ്രഷർ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഐഡിയൽ റിയൽ ഫ്ലൂയിഡ്സ്, ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്, പ്രഷർ, ഡെൻസിറ്റി, ഹൈറ്റ്, മാനോമീറ്റേഴ്സ്, പ്രഷർ ഓൺ എ പ്ലെയിൻ, കർവ് സർഫസ്, സെന്റർ ഓഫ് പ്രഷർ, ബോയൻസി, സ്റ്റെബിലിറ്റി. കേട്ട് പേടിയാവും അല്ലേ? പക്ഷേ ഇതൊക്കെ ചെറിയ ഒരു പൂവരിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഓക്കെ, എല്ലാം സിമ്പിൾ ആക്കി തരാം കേട്ടോ, ആരും വിഷമിക്കണ്ട. ഓക്കെ, റെഡി? എന്റെ കൂടെ പഠിച്ചു പോയാൽ മതി. ഓക്കെ മക്കളെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ എന്താ നോക്കാം ആദ്യം. എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്? ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ മെക്കാനിക്സ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. നമുക്കറിയാം, നമുക്കൊരു കാര്യം അറിയാം. എന്താ? യെസ്, എടാ, ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന സമയത്ത് നോക്ക്, ഒഴുകുന്ന എന്ത് തന്നെയാണ് മക്കളെ, ഫ്ലൂയിഡ്സ് ആണ് അല്ലെ. അതായത് ലിക്വിഡ് എന്ന് പറയുന്നതും ഗ്യാസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ്സ് ആണ്. അതാണ് പറയുന്നത് ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ് അല്ലെ. ഒഴുകുന്ന എന്താണ് മക്കളെ, ഫ്ലൂയിഡ് ആണ്. ഓക്കെ, സോ ഫ്ലൂയിഡ് നമുക്ക് എന്തൊക്കെയാ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും. ഓക്കെ, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദർശ് ഒരു കമന്റ്, പൂ പറിക്കാൻ സാർ റെഡിയാണ്, പൂമാല കെട്ടാൻ ഞങ്ങൾ റെഡി. പിന്നെന്താ, പൂവൊക്കെ പറിച്ചു തന്നേക്കടാ. ഓക്കെ, ശരി. അപ്പൊ മക്കളെ, ഇവിടെ നോക്കിക്കേ, നമ്മളെ ഫ്ലൂയിഡില് നമ്മൾ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയും. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് അല്ലെ. ഈ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, റെസ്റ്റിലാണ്. അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അതിന്റെ മെക്കാനിസം പഠിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിക്സ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. രണ്ടാമെന്ന് പറയുന്നത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. എന്താണ് മക്കളെ? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അതേപോലെ വേറൊന്നും എന്താണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്ടാ, ഫ്ലൂയിഡ് ഈസ് ഇൻ മോഷൻ. ഫ്ലൂയിഡ് എന്താണ്, മോഷനിലാണ്. ക്ലിയർ ആണോ? ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ക്ലിയർ? റെഡി? ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഈ ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഗ്യാസ് എന്ന് പറയുന്നത് ഹൈലി കംപ്രസിബിൾ ആണ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഹൈലി കംപ്രസിബിൾ ആണ് അല്ലെ. ഒരു സിലിണ്ടറിൽ ഗ്യാസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിസ്റ്റൺ വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ലിക്വിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിക്വിഡ് എന്ന് പറയുന്നത് കംപ്രസിബിൾ ആണോ? അല്ല. ലിക്വിഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി
ഇൻകംപ്രസിബിൾ. ലിക്വിഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇൻകംപ്രസിബിൾ, അതായത് ലിക്വിഡിന് എന്ത് ചെയ്യാൻ കഴിയില്ല, കംപ്രസ് ചെയ്യാനായിട്ട് കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ചില ഇമ്പോർട്ടന്റ് ടേംസ് പഠിക്കാം, ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റീസ് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, കംപ്രസിബിലിറ്റി, ഇതൊക്കെ അതിന്റെ എല്ലാ യൂണിറ്റും സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ ജസ്റ്റ് നോക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ അടുത്ത് പഠിക്കും. പിന്നെ വേപ്പർ പ്രഷർ, കൊഹിഷൻ, അഡ്ഹീഷൻ, സർഫസ് ടെൻഷൻ, കാപ്പിലറി റൈസ് ഓർ ഫോൾ, വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി. വിസ്കോസിറ്റി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റിയും, അതിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, അറിഞ്ഞിരുന്നാൽ നല്ലത്. ഓക്കെ, ശരിയല്ല മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്താ നോക്കാം, അല്ലെ? ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്താ നോക്കാം. അതിനു മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ക്ലിയർ, സെറ്റ്, യെസ്, ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? മാസ് പെർ യൂണിറ്റ് വോളിയം. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് റോ എന്ന് ഡിനോട്ട് ചെയ്യാം. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. ക്ലിയർ ആണോ? ഇതിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. നമ്മുടെ വാട്ടറിന്റെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ പഠിച്ചിരിക്കണം. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കേസസ് ഉണ്ട്. അവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അറ്റ് ടെമ്പറേച്ചർ എന്താണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. നമ്മൾ കാൽക്കുലേഷനിൽ ഈ ഒരു വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പഠിക്കാം സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് എയിലും ആസ് വെൽ ആസ് പാർട്ട് ബിയിലും ചോദിക്കാറുള്ള ഒരു സംഭവമാണ് സ്പെസിഫിക് വെയിറ്റ്. പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കും. എങ്ങനെ ചോദിക്കും അറിയാവോ? ഇതേപോലെ മാസ് ഡെൻസിറ്റി എന്ന ഡിഫൈൻ മാസ് ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് വെയിറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്. ഒറ്റ ലൈനിൽ ഉത്തരം എഴുതുക, അതിന്റെ ഇക്വേഷൻ എഴുതുക, അതിന്റെ യൂണിറ്റ് എഴുതുക. അത്യാവശ്യം വല്ല കൺവേർഷൻ ഉണ്ടെങ്കിൽ അത് എഴുതിയിരിക്കുക. പ്രോബ്ലം സോൾവ്. ഓക്കെ, ഇനി പാർട്ട് ബിയിൽ എങ്ങനെയാണെന്ന് അറിയാവോ? കുറച്ച് 1 2 3 4 5 4 ക്വാണ്ടിറ്റീസ് തരും. ഇതേപോലെ 4 ക്വാണ്ടിറ്റീസ് തരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അതിന് ജസ്റ്റ് എഴുതാൻ പറയും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് അത് എന്താണെന്നുള്ള ഒരു 1 or 2 ലൈനിൽ എഴുതുക, ഇക്വേഷൻ എഴുതുക, അതിന്റെ എന്താ പറയാ മീൻസ് എന്തെങ്കിലും യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ SI യൂണിറ്റ് എഴുതുക, യൂണിറ്റ് കൺവേർഷൻസ് ഉണ്ടെങ്കിൽ അതും എഴുതുക, പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? സ്പെസിഫിക് വെയിറ്റ് ഈസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് വോളിയം ഓഫ് ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് വെയിറ്റിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന അറിയാവോ? സ്പെസിഫിക് വെയിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ w കൊണ്ട് ഡിനോട്ട് ചെയ്യും. That is equal to, what is the mathematical representation? Weight of the fluid divided by volume of the fluid. Weight of the fluid divided by volume of the fluid. Mathematically W is equal to rho G എന്ന് നമുക്ക് എഴുതാം. W is equal to rho G. And what is rho? Rho എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ആണ്. Rho എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ആണ്. G എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ക്ലിയർ ആണോ മക്കളെ? വാല്യൂ എന്ന് പറയുന്നത് 9.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണോ? റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചു അല്ലെ? ഇവിടെ നോക്കിയേ, മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെസിഫിക് വെയിറ്റ് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ അനഘ അതിനുള്ള മറുപടി പറഞ്ഞു. എട്രിക്ക് ഇടുക്കി ഒന്നല്ല കേട്ടോ. ഓക്കെ, അനഘ അതിന് ഉത്തരം പറഞ്ഞിരുന്നു. എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 9810. പക്ഷെ അനഘ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തെറ്റാണ്. കാരണം ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് വെറുതെ 9810 എന്ന് എഴുതിയാൽ മതിയോ? പോരാ, അതിന്റെ കൂടെ അതിന്റെ യൂണിറ്റും എഴുതണം. ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. എപ്പോൾ നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, ഓക്കെ, സയൻസ് ലവേഴ്സ് ആണ്, സയൻസ് എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോ ഇവിടെ സയൻസിൽ നമ്പർ എന്ന് പറയുന്നതിന്റെ കൂടെ, പ്രത്യേകിച്ച് ഈ എഞ്ചിനീയറിംഗിലൊക്കെ നമ്പറിന്റെ കൂടെ യൂണിറ്റ് എഴുതിയാൽ മാത്രമേ അത് എന്താണ് നമുക്ക് വ്യക്തമാകത്തുള്ളൂ. അതുകൊണ്ട് യൂണിറ്റ് ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഓക്കെ, ഇനി mm ആയാലും സെന്റിമീറ്റർ ആയാലും മില്ലിമീറ്റർ മീൻസ് മീറ്റർ ആയാലും എന്തായാലും അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അടുത്തോളം പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് വോളിയം ആണ്. എന്താണ് സ്പെസിഫിക് വോളിയം? സ്പെസിഫിക് വോളിയം, ഇറ്റ് ഈസ് ദ വോളിയം ഒക്കുപ്പൈഡ് ബൈ എ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. ഒരു യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയമാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. സ്പെസിഫിക് വോളിയത്തിനെ നമ്മൾ സ്മോൾ v കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് divided by mass of fluid. Volume of fluid divided by mass of fluid. അപ്പൊ ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്നാണ്. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. സ്പെസിഫിക് വോളിയം is the reciprocal of ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്ത്? സ്പെസിഫിക് വോളിയം. സോ V ഈസ് ഈക്വൽ ടു 1 എങ്ങനെ എഴുതാം? റോ എന്ന് എഴുതാം. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടോ? അപ്പൊ സ്പെസിഫിക് വോളിയം എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ V ഈസ് ഈക്വൽ എന്താണ്? 1/ρ എന്ന് നമുക്ക് എഴുതാം. അടുത്ത ഇമ്പോർട്ടന്റ് ടേം ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? നിങ്ങൾ റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട് പണ്ട്, പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ഈസ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ അറ്റ് എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നമുക്ക് ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റിയും അതേപോലെ പ്യുവർ വാട്ടറിന്റെ ഡെൻസിറ്റി, ദാറ്റ് മീൻസ് 1000, അറിയാലോ. ഇവർ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിയെ ഞാൻ സ്മോൾ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സ്മോൾ എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് വേറെയും ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാവോ? സ്പെസിഫിക് വെയിറ്റ് of the liquid divided by specific weight of water. Specific weight of water. ഈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡിനെ ഞാൻ സ്മോൾ w കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടറിനെ ഞാൻ സ്മോൾ w താഴെ സഫിക്സിൽ w ഇടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് 3 പേരും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് സ്പെസിഫിക് ഗ്രാവിറ്റിയും സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡും സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ വാട്ടറും തമ്മിലുള്ള റിലേഷൻ എന്താ അറിയാവോ? സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു SW. പഠിച്ചോണേ. ദാറ്റ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു WW എന്ന് പറയുമ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. ക്ലിയർ അല്ലേടാ മക്കളെ? അതേപോലെ അടുത്ത് പഠിക്കുന്ന ടേം ആണ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? വാട്ട് ഇസ് ടെമ്പറേച്ചർ? പലർക്കും എപ്പോഴും സംശയമുണ്ട്. ടെമ്പറേച്ചർ, ഹീറ്റ് അറിയില്ല, പലർക്കും അറിയില്ല. ഇപ്പോഴും പലർക്കും സംശയമുണ്ട്. ഇത് രണ്ടും ഒന്നല്ലേ? ആണോ? അല്ല. ഹീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു എനർജിയാണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ്
ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്. അതായത് എത്ര ചൂടുണ്ട് എത്ര തണുപ്പുണ്ട് എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. തെർമോഡൈനാമിക്സ് സാധാരണ നമുക്ക് അറിയാലോ. ടെമ്പറേച്ചർ ഈസ് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. അപ്പോ ഹോട്ട്നെസ് എത്രയാ, കോൾഡ്നെസ്. ഓക്കെ, അപ്പൊ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കോൾഡ്നെസ് കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ ഒരു മെഷർമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എത്ര ചൂട് എത്ര തണുപ്പ് അല്ലെ. അപ്പോൾ ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും. വാട്ട് ഇസ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് യൂസ് ടു മെഷർ ദ ടെമ്പറേച്ചർ? ദാറ്റ് ഇസ് കോൾഡ് തെർമോമീറ്റർ. ദാറ്റ് ഇസ് കോൾഡ് തെർമോമീറ്റർ. നിങ്ങൾക്ക് അറിയുന്ന കേസാണ് തെർമോമീറ്റർ. സാധാരണഗതിയിൽ നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ. ഓക്കെ, ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്, കെൽവിനെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലബോറട്ടറി പർപ്പസിലൊക്കെ പല ആപ്ലിക്കേഷൻസിലും പലതാണ്. ലബോറട്ടറി പർപ്പസിനൊക്കെ കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ക്ലിനിക്സിൽ പോയി കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീവർ എത്രയാണ്, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, ഫീവർ അല്ല നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, അളവിന് കൂടിയോ, അളവിന് കൂടുന്ന സമയത്ത് ഫീവറായി മാറും. അപ്പോ ആ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവര് മൂന്ന് പേരും തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ തന്നാൽ ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1.8 ഡിഗ്രി സെൽഷ്യസ് വേണ്ട. ഓക്കെ, റെഡി? റെഡിയാണോ? ഓക്കെ, യെസ്, മെഷർ ഓഫ് കോൾഡ്നെസ് ആൻഡ് ഹോട്ട്നെസ്. മെഷർ ഓഫ് കോൾഡ്നെസ് ആൻഡ് ഹോട്ട്നെസ്, കറക്റ്റ്. ഓക്കെ, റെഡി? ഓക്കെടാ, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഇതിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടി വിശ്വസിക്കുന്നു. ടെമ്പറേച്ചർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുന്ന സമയത്ത്, ഗ്യാസ് ആവുന്ന സമയത്ത്, ഫ്ലൂയിഡ് മീൻസ് ലിക്വിഡ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതുകൊണ്ട് ജസ്റ്റ് അതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആണ്, അല്ലെ? ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ്, തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സ് ആണ് വിസ്കോസിറ്റി. ഈ വിസ്കോസിറ്റി, ഈ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എവിടെ കാണാൻ കഴിയും? ഫ്ലൂയിഡ്സിലാണ് നമുക്ക് കാണാൻ കഴിയുക, അല്ലെ? വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? Viscosity is the resistance offered to the movement of one layer of fluid by another adjacent layer of the fluid. അതായത് ഇവിടെ നോക്കിക്കേ, ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കേടാ മക്കളെ? അപ്പൊ ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ ഫ്ലൂയിഡ് ഔട്ട് ആണ്. അപ്പൊ ഇവിടെ ഈ ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്നതിന് നമ്മൾ ലേയേഴ്സ് ആയിട്ട് അസ്യൂം ചെയ്യും. ഈ ഫ്ലൂയിഡിനെ ലെയർ ബൈ ലെയർ ഫ്ലോ ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലോവർ ലെയർ ആണ്, ഇതെന്ന് പറയുന്നത് ടോപ്പ് ലെയർ ആണ്. രണ്ട് ലേയേഴ്സ് ഇവിടെ എടുക്കുന്നു കേട്ടോ, രണ്ട് ലേയേഴ്സ്. ഇതെന്ന് പറയുന്നത് ലോവർ ലെയർ, ഇത് ടോപ്പ് ലെയർ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്ന ഒരു വെലോസിറ്റി പ്രൊഫൈൽ ആണ്. വാട്ട് ഈസ് ദിസ് യു? യു എന്ന് പറയുമ്പോഴും യു പ്ലസ് ഡി യു എന്ന് പറയുമ്പോഴും ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിനെയാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോ യു എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ആണ്, അതായത് ഈ ഭാഗത്തുള്ള വെലോസിറ്റി ആണ്. മുകളിലാവുന്ന സമയത്ത് എന്തായിരിക്കും? യു പ്ലസ് ഡി യു ആയിരിക്കും. അത് എന്ത് തന്നെയാണ് മക്കളെ? വെലോസിറ്റി ആണ്. വാട്ട് ഈസ് ദിസ് വൈ? വൈ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ലേയേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഡി വൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ ചെറിയ എലമെന്റൽ ലെങ്ത് ആണ്. ആ ഡിസ്റ്റൻസ് എലമെന്റൽ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണോ?
അപ്പോ നമ്മുടെ വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഫ്ലൂയിഡ്സ് തമ്മിൽ ഫ്ലൂയിഡ് ഒഴുകുന്ന സമയത്ത് രണ്ട് ലേയേഴ്സ് തമ്മിൽ എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഒരു ഷിയർ സ്ട്രെസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ഷിയർ സ്ട്രെസ്സിനെ ഞാൻ ടോ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ടോ ആണ് നമ്മുടെ എന്ത്? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടോ ആണ് നമ്മുടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ദിസ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy. ആൻഡ് മക്കളെ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് എന്താണെന്നറിയാവോ? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. അങ്ങനെയാണെങ്കിൽ മക്കളെ പറയൂ, എന്താണ് ഈ മ്യൂ? പറയൂടെ മക്കളെ, എന്താണ് യു എന്ന് പറയുന്നത്? സോറി, യു അല്ല, മ്യൂ എന്ന് പറയുന്നത്. ഈ മ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇല്ലെങ്കിൽ ഈ മ്യൂവിനെ വേറൊരു പേര് വിളിക്കും. എന്താണെന്നറിയാവോ? ഓർ ഡൈനാമിക് വിസ്കോസിറ്റി. പ്രോബ്ലത്തിലൊക്കെ പല ടൈപ്പിൽ പറയാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇത്രയാ. അപ്പൊ നിങ്ങൾ മറന്നു പോരുത്, ഓർക്കണം എന്താ? മ്യൂ ആണ്. അതേപോലെ ഡൈനാമിക് വിസ്കോസിറ്റി ഇത്രയാ. അത് എന്താ തന്നിരിക്കുന്നത്? മ്യൂ ആണ് തന്നിരിക്കുന്നത്. സിംപ്ലി വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അത് എന്താണ് തന്നിരിക്കുന്നത്? മ്യൂ ആണ്. അപ്പം സിംപ്ലി എന്തെന്ന് പറയാം? വിസ്കോസിറ്റി എന്ന് പറയാം. സിംപ്ലി എന്ത് പറയാം മക്കളെ? വിസ്കോസിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിലേ ഈ du/dy എന്താടാ? du/dy, ദിസ് du/dy എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെലോസിറ്റി ഗ്രേഡിയന്റ്. എന്താണ് മക്കളെ? വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. അല്ലെങ്കിൽ വേറൊരു പേര് പറയും. എന്ത് പറയും? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയും. മനസ്സിലാക്കിക്കോണേ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് മക്കളെ? du/dy ആണ്. ഓക്കെ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ഡീഫോർമേഷൻ എന്ന് പറയും. ക്ലിയർ ആണോടാ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞു കേട്ടോ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? മനസ്സിലാവുന്ന എല്ലാവരും ഒരു ഫയർ ഇമോജി ഉണ്ടോ? ഓക്കെടാ, സെറ്റ്. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നും മ്യൂ കണ്ടുപിടിക്കണം, അതായത് വിസ്കോസിറ്റി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കണം. യു അല്ല, മ്യൂ മ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ് കേട്ടോ. മ്യൂ ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് മ്യൂ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേടാ മക്കളെ? എന്ത് ചെയ്താൽ മതി? ടോ ഡിവൈഡഡ് ബൈ du/dy. ക്ലിയർ ആണോ? ഈ വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ ലെങ്ത് സ്ക്വയർ. ഫോഴ്സ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ ലെങ്ത് സ്ക്വയർ. ക്ലിയർ ആണോടാ? വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് അറിയാവോ? വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ മക്കളൊക്കെ നിങ്ങൾക്ക്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, NS/m². ക്ലിയർ ആണോ? വിസ്കോസിറ്റി കഴിഞ്ഞു. വിസ്കോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ടും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വിസ്കോസിറ്റി. പഠിച്ചിരിക്കണം. ക്ലിയർ? ഓക്കെ. ഇനി വിസ്കോസിറ്റിയിൽ നമുക്ക് ചില യൂണിറ്റ്സിന്റെ കൺവേർഷൻസ് പഠിക്കാനുണ്ട്. കാരണം ഇപ്പോ കറക്റ്റ് ആയിട്ടുള്ള SI യൂണിറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ തരുന്നത്. നിങ്ങൾക്ക് സാധാരണ വിസ്കോസിറ്റി നമ്മൾ പറയുന്നത് പോയിസ് ആണ്. ഓക്കെ, POISE ആണ്. പോയിസിലാണ് നമ്മൾ പറയാ വിസ്കോസിറ്റി. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നല്ല പറയുക, വിസ്കോസിറ്റി പോയിസിലാ പറയാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലും പോയിസിലായിരിക്കും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളത് പഠിക്കും. നിന്റെ പ്രോബ്ലംസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ സമയത്ത് നമുക്ക് അതിന്റെ കൺവേർഷൻസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. എന്നാലും ഞാൻ വിസ്കോസിറ്റിയുടെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയിസ് ആണെന്ന് പറഞ്ഞു. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് പറഞ്ഞു? പോയിസ് ആണെന്ന് പറഞ്ഞു. ഈ പോയിസ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നറിയാവോ? ഇപ്പോ ഇതെന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇൻ CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. എന്തെന്ന് പറയുന്നത്? പോയിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്യണം? പോയിസിനെ കൺവേർട്ട് ചെയ്യണം. എന്ത് കേസിൽ? ഇൻ ദ കേസ് ഓഫ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. മസ്റ്റ് ആണ് മക്കളെ. പോയിസ് വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് സ്റ്റോക്സ് എന്നാ തരുന്നത്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് സ്റ്റോക്ക് എന്നും ഡൈനാമിക് വിസ്കോസിറ്റിക്ക് പോയിസ് എന്നാ തരുന്നത്. നമ്മൾ ഇതിന് എന്താക്കി മാറ്റണം? SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് പഠിക്കാം, ലാസ്റ്റ് പഠിക്കാം കേട്ടോ. ശരി എടാ മക്കളെ, ഇവിടെ ഇമ്പോർട്ടന്റ് കൺവേർഷൻ പഠിച്ചോ?
1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര പോയിസ് ആണ് മക്കളെ? 10 പോയിസ് ആണ് പഠിച്ചേക്കണേ. 10 പോയിസ് ആണ് പഠിച്ചേക്കണേ മക്കളെ. അങ്ങനെയാണെങ്കിൽ 1 സെന്റി പോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 സെന്റി പോയിസ് എന്ന് പറയുമ്പോൾ 1/100 പോയിസ് ആണ്. 1/100 പോയിസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ widely known metric unit of viscosity എന്താണ് മക്കളെ? കമന്റ് ചെയ്തേ. എന്താണ്? യെസ്, വൈഡ്ലി നോൺ ആയിട്ടുള്ള വിസ്കോസിറ്റി മെട്രിക് യൂണിറ്റ് എന്താണ്? കമന്റ് ചെയ്തേ. യെസ് മക്കളെ, യു ആർ റൈറ്റ്, പോയിസ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 1 പോയിസ് എന്ന് പറയുമ്പോൾ എത്ര ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്? 1 പോയിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞേ, 1 സെന്റി പോയിസ് എന്ന് പറയുമ്പോഴോ 0.01 പോയിസ് ആണ്. 0.01 പോയിസ് ആണ് 1 സെന്റി പോയിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.001 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി സ്റ്റോക്സിലാണ് പറയുന്നത് അല്ലെ? കൈനമാറ്റിക് വിസ്കോസിറ്റി പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് സ്റ്റോക്സ് എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും നിങ്ങൾക്ക് പറയുന്നത്. ക്ലിയർ? എടാ മക്കളെ, ഇവിടെ നോക്കിക്കേ, കൈനമാറ്റിക് വിസ്കോസിറ്റിയും സെയിം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പഠിക്കാണ്ട് പോകരുത്. കാരണം ഉറപ്പായിട്ട് പ്രോബ്ലത്തിൽ ചോദിക്കുന്നത് അതിന്റെ ഇക്വേഷൻ യൂണിറ്റ് ഒക്കെ പഠിച്ചിരിക്കണം. എടാ മക്കളെ, കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ സ്മോൾ വി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വി എന്നോ ന്യൂ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. മ്യൂ ബൈ റോ ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ. മ്യൂ എന്ന് പറയുമ്പോൾ എന്താടാ? മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലടാ? ഇപ്പൊ പഠിച്ചോളൂ. ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുമ്പോഴോ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞേ, SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോടാ? സെറ്റ് അല്ലേ? അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. എടാ മക്കളെ, ടെമ്പറേച്ചർ വിസ്കോസിറ്റി ആയിട്ട് ചെറിയ ബന്ധമുണ്ട്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പൊ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, വീട്ടില് നിങ്ങൾ ഒരു പാൻ ഇല്ലേ, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാനും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന എല്ലാ വീട്ടിലും കാണുമല്ലോ. ഓക്കെ, മറ്റേ സംഭവം ഇല്ലേ, പേരെന്താ പറയുന്ന അറിയില്ല. ഓക്കെ, ആ സംഭവം. അപ്പോ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം വെറുതെ എണ്ണ ഒഴിക്കണം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഓക്കെ, വെറുതെ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് വേസ്റ്റ് ആക്കല്ലേ, അമ്മയുടെ തല്ല് കിട്ടും കേട്ടോ. അപ്പോ അത് ചെയ്യരുത്. അമ്മയുടെ പെർമിഷൻ എന്ത് ചെയ്യുക? 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ചുമ്മാ വെറുതെ ആ പാത്രം ചരിച്ചു നോക്കുക. മീൻസ് ആ ഒരു നോൺ സ്റ്റിക് പാൻ എടുക്കുക, 2 സ്പൂൺ എണ്ണ ഒഴിക്കുക, ചുമ്മാ വെറുതെ ഇങ്ങനെ ചരിച്ചു നോക്കിക്കേ. ആ എണ്ണയ്ക്ക് കുറച്ച് കട്ടി ഉണ്ടാവും, വിസ്കോസിറ്റി ഉണ്ടാവും അല്ലെ? സെയിം ടൈം നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യണം? ആ നോൺ സ്റ്റിക് പാനിനെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം. അപ്പോ ചൂടാകുമ്പോൾ ടെമ്പറേച്ചർ കൂടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നോൺ സ്റ്റിക് പാൻ എടുത്ത് ചരിച്ചു നോക്കിക്കേ, പെട്ടെന്ന് ഒഴുകിപ്പോവും. ദാറ്റ് മീൻസ് ആദ്യം ഒഴുകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിസ്കസ് ആയിരുന്നു, വിസ്കോസിറ്റി കൂടുതലായിരുന്നു. ചൂടാക്കി കഴിഞ്ഞപ്പോഴോ പെട്ടെന്ന് വെള്ളം പോലെ ഒഴുകിപ്പോയി. അപ്പൊ വിസ്കോസിറ്റി കുറഞ്ഞു. ദാറ്റ് മീൻസ് മക്കളെ, വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. എങ്ങനെ? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? കുറയുന്നു. അതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ച ശേഷം ആ എണ്ണ സുഖമായിട്ട് വെള്ളം പോലെ ഒഴുകിപ്പോയത്. ഇത് ചെയ്തു നോക്കണം കേട്ടോ. പിന്നെ എണ്ണ കളയരുത്. ഒരു മുട്ട അടിച്ചു പൊട്ടിച്ച് ഒരു ബുൾസൈ ഓംലെറ്റ് ആക്കി കഴിച്ചോണം. ഓക്കെ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഓക്കെ അല്ലേ? ഇത് ലിക്വിഡ്സിന്റെ കേസാണ്. ഇത് ലിക്വിഡ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? കുറയുന്നു. എടാ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ അതുപോലെ ലിക്വിഡും ഉണ്ട്, കൂടാതെ ഗ്യാസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്യാസിന് വിസ്കോസിറ്റി ഉണ്ടോ? ഗ്യാസിന്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ? ഗ്യാസിന്റെ കേസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. പഠിച്ചോണം. എന്തുകൊണ്ടെന്നറിയാവോ? ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? കൂടുതൽ എനർജി കിട്ടുകയും അവർ ഭയങ്കര മോഷനിലായിരിക്കും അല്ലെ, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് അവരുടെ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു മക്കളെ? കൂടുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഗ്യാസിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. റീസൺ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ കൂടുന്നു.
thereby hence വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു മക്കളെ? കൂടുന്നു. വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്ലിയർ ആണോ? ഇത്രയുള്ള പരിപാടി, സിമ്പിളാ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കംപ്രസിബിലിറ്റി ആണ്. കംപ്രസിബിലിറ്റി ഓഫ് എ ലിക്വിഡ് ഈസ് ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എടാ എന്റെ മക്കളെ നോക്കിക്കേ, ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നിങ്ങൾ പഠിക്കും, മെക്കാനിക്കൽ കേട്ടോ. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നതാണ്. അതൊരു ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കെ അല്ലട മക്കളെ. അപ്പോ ഈ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇക്വേഷൻ എന്താണ്? ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് compressive stress divided by oleometric strain. സാറേ കംപ്രസിബിലിറ്റി പഠിപ്പിക്കുന്ന സമയത്ത് സാർ എന്തിനാ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിപ്പിച്ചത്? കാരണമുണ്ട്. കാരണം കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബൾക്ക് മോഡുലസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. അങ്ങനെയാണെങ്കിൽ കംപ്രസിബിലിറ്റി എന്താണെടാ? ഇപ്പൊ പറഞ്ഞേ, കംപ്രസിബിലിറ്റി എന്താണ്? കമന്റ് ചെയ്യൂ ഗൈസ്. കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/k ആണ്. യെസ്, യു ഗൈസ് ആർ റൈറ്റ്. 1/k ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് എന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഡൺ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ ആണ്. വേപ്പർ പ്രഷറും അതേപോലെ തന്നെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എക്സാമിന് ചോദിക്കും. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മറിച്ച് നോക്കുക, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് വേപ്പർ എക്സേർട്സ് എ പാർഷ്യൽ പ്രഷർ. വേപ്പർ എന്ന് പറയുമ്പോൾ അറിയാലോ, വാട്ടർ വേപ്പർ, എന്താ നീരാവി അല്ലെ, അതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, വേപ്പർ എക്സേർട്സ് എ പാർഷ്യൽ പ്രഷർ on the free surface of the liquid. This pressure is known as vapor pressure of the liquid. ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യു ക്യാൻ ഫീൽ ദ വേപ്പർ പ്രഷർ. ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ. നിങ്ങൾ വീട്ടിലൊരു പാത്രം എടുക്കുക. എഞ്ചിനീയറിംഗ് ഇങ്ങനെയാടാ, ഇതൊക്കെ വെച്ച് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേറെ എന്തും പഠിക്കാം. ഓക്കെ, കുറച്ച് വലിയ പാത്രം ആയിക്കോട്ടെ. ഓക്കെ, പാത്രം എടുത്തു. എന്നിട്ട് ഈ പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചു. ഓക്കേടാ, ഇതാ വെള്ളം നിറച്ചു. വെള്ളാണേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ താഴെ നിന്നും ചൂട് കൊടുക്കുന്നു, ഹീറ്റ് എനർജി കൊടുക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓഫ് കോഴ്സ് എന്താണ് മക്കളെ, ഞാൻ ഈ വെള്ളത്തിൽ ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ഇവിടെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താകും? ഇത് ചൂടാകും. എടാ, ഇത് 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായ ശേഷം എന്തായി മാറും? അത് വാട്ടർ വേപ്പർ ആയി മാറും, നീരാവിയായി മാറും. ശരിയല്ലേ? അപ്പൊ നീരാവി എന്ത് ചെയ്യും? നീരാവി ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകും അല്ലടാ, അല്ലെ? അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? കാരണം ഇത് നീരാവി എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലോട്ട്, ഔട്ടർ അറ്റ്മോസ്ഫിയറിലോട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ, ഞാന് ഒരു ചെറിയ കുറുമ്പ് കാണിക്കും. എന്താ? ഞാൻ ഇതിന്റെ ഒരു ലിഡ് വെച്ച് മുകളിൽ അങ്ങ് അടച്ചു. ഓക്കെ, ഞാനൊരു ക്ലോസിംഗ് ലിഡ് വെച്ചിട്ട് മുകളിൽ അങ്ങ് അടച്ചു എന്ന് വെച്ചോ. പഠിക്കുമ്പോൾ ഇങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഞാനൊരു ക്ലോസിംഗ് ലിഡ് വെച്ച് മുകളിൽ അടച്ചു. അപ്പോൾ എന്താ സംഭവിച്ചാണ് മക്കളെ? വാട്ടർ വേപ്പറിന് എസ്കേപ്പ് ആവാൻ പറ്റുമോ? ഇല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ അരിയൊക്കെ വെക്കുന്ന സമയത്തും ഈ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന സമയത്തും കുറെ നല്ല തിളയ്ക്കുന്ന സമയത്ത് മുകളിൽ പാത്രം വെച്ച് അടച്ചു കഴിയുമ്പോൾ ഇവൻ അവിടെ കിടന്ന് മഹാബഹളം ഉണ്ടാക്കും അല്ലെ? അല്ലടാ, അത് എന്തുകൊണ്ടാ? ബിക്കോസ് ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യണം? പുറത്തേക്ക് എസ്കേപ്പ് ആവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെ ലിഡ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഫുൾ എന്തായിരിക്കും? ഈ ഫ്രീ സ്പേസിൽ ഫുൾ എന്തായിരിക്കും? ഇവിടെ
ഈ ഫ്രീ സ്പേസിൽ മൊത്തം എന്തായിരിക്കും? വാട്ടർ വേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ വേപ്പർ എന്ന് പറയുന്നത് ഈ ഇത് ഫ്ലൂയിഡ് ആണല്ലോ, അല്ലെങ്കിൽ ലിക്വിഡ് ആണല്ലോ. ഈ ലിക്വിഡിന്റെ ഫ്രീ സ്പേസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. സോറി, ഫ്രീ സർഫസ്. ഓക്കെ, ഈ സ്പേസ് ആണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറയാം. ഈ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡില് ഈ വേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. That pressure is called vapor pressure. മനസ്സിലായോ മക്കളെ? അതായത് വേപ്പർ exerts a partial pressure ആണ്, exerts a partial pressure on the free surface of the liquid. This pressure is known as vapor pressure of the liquid. Set അല്ലേ? ഓക്കെ, റെഡി? അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോയിൽസ് ലോ ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മുമ്പോട്ട് പോകുന്ന യാത്രയിൽ, ഫ്ലൂയിഡ് മെക്കാനിക്സ് യാത്രയിലും എഞ്ചിനീയറിംഗിന്റെ യാത്രയിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് പഠിച്ചിരിക്കുക. ബോയിൽസ് ലോ എന്താണെന്നും ചോദിക്കത്തൊന്നുമില്ല. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലൂസാക്സ് ലോ ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസാക്സ് ലോ നമ്മളിപ്പോൾ പഠിക്കണം. ജസ്റ്റ് ഇക്വേഷനും കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഏതാണ് കോൺസ്റ്റന്റ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കത്തൊന്നുമില്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കണം. മുമ്പോട്ടുള്ള യാത്രയിൽ ആവശ്യമുണ്ട് കേട്ടോ. ശരി, ബോയിൽസ് ലോ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, മക്കളെ ഇവിടെ നോക്കിയേ, വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, ബോയിൽസ് ലോ പറയാ, വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഈ ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് T1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? T2. So we have an equation P1 V1 by T1 is equal to P2 V2 by T2. ഇവിടെ T1 ഉം T2 ഉം സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യും? T1 T2 ക്യാൻസൽ. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? ബാക്കി P1 V1 is equal to P2 V2. This is the equation for Boyle's law. അടുത്ത മക്കളെ ചാൾസ് ലോ ആണ്. ചാൾസ് ലോ എന്ന് പറയുന്ന സമയത്ത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ V by T എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. മക്കളെ, ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ P1 ഈക്വൽ ടു P2 ആയിരിക്കും. Then P1 V1 by T1 ഈസ് ഈക്വൽ ടു T1 ആണ്. T1 ഈസ് ഈക്വൽ ടു P2 V2 by T2 അല്ലടാ മക്കളെ. ഇവിടെ P1 P2 എന്താണ്? ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ യെസ്, P1 P2 ക്യാൻസൽ. ബാക്കി ആരാടാ ഉള്ളത്? യെസ്, V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2. ക്ലിയർ അല്ലേടാ മക്കളെ? അടുത്തെന്ന് പറയുന്നത് ഗേ-ലൂസാക്സ് ലോ ആണ്. ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുമ്പോൾ അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് V1 ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? V2 ആണ്. അങ്ങനെയാണെങ്കിൽ P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2. അങ്ങനെയാണെങ്കിൽ ഇവിടെ V1 V2 ക്യാൻസൽ. പിന്നെ ആരാടാ ഉള്ളത് പറഞ്ഞേ? P1 by T1 ഈസ് ഈക്വൽ ടു P2 by T2. മനസ്സിലായോടാ മക്കളെ? റെഡി അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് മനസ്സിലായേ? സോ മനസ്സിലായ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫയർ ഇമോജി ഇടുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. റെഡി അല്ലേ? ഓക്കെ, യെസ്, മനസ്സിലായി. ഗ്രേറ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മക്കളെ, അപ്പൊ സെറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സർഫസ് ടെൻഷൻ. എന്താ സർഫസ് ടെൻഷൻ? എക്സാമിന് ചോദിക്കുവേ, എക്സാമിന് സർഫസ് ടെൻഷൻ ഒക്കെ ചോദിക്കുന്നതാണ്. എന്താണ് മക്കളെ സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ടെൻസൈൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ് in contact with a gas or on the surface between two immiscible liquids such that the contact surface behaves like a membrane under tension. The magnitude of this force per unit length of the free surface will have the same value as the surface energy per unit area. പേടിക്കണ്ട, സിമ്പിൾ പരിപാടിയാ. ഇവിടെ നോക്കിക്കേ, ഒരു ചെറിയ വെസൽ എടുത്തു. ഈ വെസലിൽ എന്തുണ്ട്? ഈ വെസലിൽ വെള്ളമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ. ഈ വെസലിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. സോ ഇവിടെ എന്ന് പറയുന്നത് വാട്ടർ ആണ്, ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ്.
സോ ഇതിന്റെ രണ്ടിന്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ, സംശയമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോ നോക്കിയേ, ഇവിടെ വാട്ടർ ഇതെന്ന് പറയുന്നത് ജംഗ്ഷൻ അല്ലേ, വാട്ടറും എയറും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ എന്തുണ്ടാവും? അവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. ഇവിടെ എന്തുണ്ടാകും? ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. ഒരു ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വലിക്കുന്ന ഫോഴ്സ് അല്ലെ, അതിന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ചേർന്ന് ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. Then this acts like a film. ഒരു നേരത്തെ പാളി പോലെ. ഈ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഈ ചില ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ബീക്കറിനുള്ളിൽ രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ടാവും അല്ലെ. ബീക്കറിനുള്ളിൽ ചിലപ്പോൾ രണ്ട് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് എടുത്തിട്ട് കുപ്പി ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഓയിലും വാട്ടറും ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാൻ പറ്റും ഈ വെള്ളവും പാലിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സ് ആകും. പക്ഷേ വെള്ളവും ഓയിലും മിക്സ് ആവുമോ? ഇല്ല. കുറച്ച് ഓയിലായിരിക്കും, ഓയിലിന്റെ ഡെൻസിറ്റി കൂടുതൽ, അപ്പൊ ഓയിൽ നേരെ താഴെ വരും. ഓയിലും മുകളിൽ എന്താണ്? വെള്ളം ഉണ്ടാവും. ഇനി ചെറിയൊരു മുത്തോ അല്ലെങ്കിൽ ചെറിയ ഒരു കോയിനോ എന്തെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ആ കോയിൻ വന്ന് ഇവിടെ കിടക്കും. ചിലപ്പോൾ താഴെ പോട്ടോ, അതിന്റെ ഡെൻസിറ്റി അനുസരിച്ച്, വെയിറ്റ് അനുസരിച്ച്. ഓക്കെ, ചെറിയൊരു മുത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ മുത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും. ആ രണ്ട് ലിക്വിഡിനും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിൽക്കും. എന്തുകൊണ്ടാ? ബിക്കോസ് അവിടെ എന്തുണ്ട്? ഒരു ഫിലിം പോലത്തെ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഓക്കെ, മാർക്ക് സർഫസ് ടെൻഷൻ ആസ് ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാം മാർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പക്ഷെ സർഫസ് ടെൻഷൻ കുറച്ച് കൂടുതലധികം ഇമ്പോർട്ടന്റ് ആണ്. വിസ്കോസിറ്റി ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ, അപ്പൊ ഇതും കൂടെ മാർക്ക് ചെയ്തേക്കാം ഇമ്പോർട്ടന്റ് എന്ന്. ഓക്കെ, അതേപോലെ സ്പെസിഫിക് വെയിറ്റ് വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ വേപ്പർ പ്രഷർ, അത് ഇമ്പോർട്ടന്റ് ആണേ. വേപ്പർ പ്രഷർ അതൊക്കെ ചോദിക്കുന്ന സാധനങ്ങളാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേപ്പർ പ്രഷർ ഇമ്പോർട്ടൻ്റ്. ഓക്കേടാ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാ കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റാ. ഓക്കെ, അപ്പോ എന്താണ് മക്കളെ ഈ സർഫസ് ടെൻഷൻ ഉണ്ടാകാൻ കാരണം? വാട്ട് ഈസ് ദ കോസ് ഓഫ് സർഫസ് ടെൻഷൻ? എന്ത് കാരണമാണ് ഈ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്? സർഫസ് ടെൻഷൻ ഈസ് കോസ്ഡ് ബൈ രണ്ട് കാരണങ്ങളാൽ സർഫസ് ടെൻഷൻ ഉണ്ടാകാം. വൺ ഈസ് അഡ്ഹീഷൻ ആൻഡ് അതർ വൺ ഈസ് കൊഹിഷൻ. എന്താണ് അഡ്ഹീഷൻ, എന്താണ് കൊഹിഷൻ? ഇതെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്. അഡ്ഹീസീവ് ഫോഴ്സ് അതേപോലെ കൊഹിസീവ് ഫോഴ്സ് അല്ലേ? അപ്പൊ എന്താണ് ഈ അഡ്ഹീഷൻ അല്ലെങ്കിൽ എന്താണ് ഈ അഡ്ഹീസീവ് ഫോഴ്സ് എന്ന് പറയുക? ഈ ഫെവിക്കോൾ ഉണ്ടല്ലോ, ഫെവിക്കോളിന്റെ ഫ്രണ്ടില് ഈ അഡ്ഹീഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അഡ്ഹീഷൻ എഴുതിയിട്ടുണ്ടാവും. ഈ ഫെവിക്കോൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഞാൻ ഇത് വെച്ചിട്ടോ മനസ്സിലാക്കുന്നത് അഡ്ഹീഷനും കൊഹിഷനും. ഫെവിക്കോൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഞാനൊരു പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫെവിക്കോൾ തേച്ചു, ഗമ്മൊക്കെ തേച്ച് ഞാനത് ചുവരിൽ ഒട്ടിച്ചു. അപ്പൊ ഇവിടെ പേപ്പർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ്, വോൾ എന്ന് പറയുന്നത് വേറൊരു മെറ്റീരിയൽ ആണ്. അപ്പൊ പേപ്പർ ഒരു മെറ്റീരിയൽ, വോൾ വേറൊരു മെറ്റീരിയൽ. ദാറ്റ് ഈസ് ഡിഫറെന്റ് മെറ്റീരിയൽസ് അല്ലെ? അപ്പൊ ഈ ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഇടയ്ക്ക് ഞാൻ ഫെവിക്കോൾ തേച്ചപ്പോൾ ഒട്ടി. ദാറ്റ് ഈസ് അഡ്ഹീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്.
ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. സെയിം ടൈം കൊഹിഷൻ എന്ന് വെച്ചാലോ ഇത് നേരെ ഓപ്പോസിറ്റ്. എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് സെയിം മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ മക്കളെ? റെഡി? ഓക്കെ. സോ സപ്പോസ് ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? റെഡി അല്ലേ? അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എഡ്രിക് പറഞ്ഞതുപോലെ മാർക്ക് ചെയ്യാൻ പറഞ്ഞതുപോലെ യെസ്, ഇതും വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രീവിയസ് ചോദ്യപേപ്പറൊക്കെ കൊണ്ടെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അങ്ങനെ കാണാറില്ല. പക്ഷെ ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കും. ഓക്കെ. അപ്പോ ഇതാണ് ഇത്രയും ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ആണുള്ളത്. ഏതൊക്കെയാ മക്കളെ? ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആൻഡ് അതേപോലെ തന്നെ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇനി എന്തൊക്കെയാ നോക്കിയാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ട് പോണേ. എടാ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എ ഫ്ലൂയിഡ് വിത്ത് നോ വിസ്കോസിറ്റി. എടാ മക്കളെ ശ്രദ്ധിച്ചോ, വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നോ ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ സിൻസ് ഓൾ ഫ്ലൂയിഡ്സ് ഹാവ് സം വിസ്കോസിറ്റി. ദിസ് ഫ്ലൂയിഡ് ഈസ് റെപ്രസെന്റ് ബൈ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഇൻ ദ ഫോളോയിങ്. ഗ്രാഫ് ഉണ്ടായിരുന്നു. ഗ്രാഫ് ഞാൻ വരച്ചുതരാം കേട്ടോ. ഓക്കെ, ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് ഞാൻ വരച്ചുതരാം. ഓക്കെ. അപ്പൊ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വിസ്കോസിറ്റി ഇല്ല. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിന് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ. അപ്പൊ വിസ്കോസിറ്റി ഇല്ലെങ്കിൽ, വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്സ് നമ്മൾ എന്ത് പറയുന്നു? ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എല്ലാ ഫ്ലൂയിഡ്സിനും എന്തുണ്ട്? വിസ്കോസിറ്റി ഉണ്ട്. സോ ഐഡിയൽ ഫ്ലൂയിഡ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോടാ? പ്ലീസ് കമന്റ് ചെയ്യുക. ഓക്കെ. നന്നായി മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, റെഡി. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് തെറ്റാം. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഇത് അറിഞ്ഞുകൂടാതെ അവിടെ പോയി കഴിഞ്ഞാൽ തല പുകയും. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ പറയൂ. ഓക്കെടാ, ശരി. അപ്പൊ റിയൽ ഫ്ലൂയിഡ് വെച്ച് എന്താണ്? എ ഫ്ലൂയിഡ് ഹാവിംഗ് വിസ്കോസിറ്റി ഈസ് കോൾഡ് റിയൽ ഫ്ലൂയിഡ്. അപ്പൊ വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയും? റിയൽ ഫ്ലൂയിഡ്. അങ്ങനെയാണ് മക്കളെ പറഞ്ഞ്. റിയൽ ഫ്ലൂയിഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഐഡിയൽ ഫ്ലൂയിഡും റിയൽ ഫ്ലൂയിഡും എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അപ്പൊ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വിസ്കോസിറ്റി ഉണ്ട്, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വിസ്കോസിറ്റി ഇല്ല. ഓക്കെ. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്താ? എ ഫ്ലൂയിഡ് വിച്ച് ഒബേസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് കോൾഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്തില്ല? ഇറ്റ് ഡസ് നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നെങ്കിൽ അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഒബേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ ഈ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? A fluid in which shear stress is more than the yield value and shear stress is proportional to the rate of shear strain. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കട്ടെ. ഓക്കെ. ഇതെന്ന് പറയുന്ന എക്സ് ആക്സിസിൽ വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ് ആണ്. കേട്ടോ. ഓക്കെ ആണോ? ഞാൻ കുറച്ച് കർവ്സ് വരയ്ക്കാം. ഓക്കെ.
ഓക്കെ ഓക്കെ, ഈ ഗ്രാഫ് പഠിച്ചോളുക, ഈ ഒരു ഗ്രാഫ് പഠിച്ചോളുക. ക്ലിയർ ആണോ? ഈ സ്ട്രെയിറ്റ് ലൈൻ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു അറിയാവോ? ദി സ്ട്രെയിറ്റ് ലൈൻ ഡിനോട്ട്സ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. സ്ട്രെയിറ്റ് ലൈൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഓക്കെ, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കർവ് എന്ന് പറയുന്നത് എന്താ? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആയിരിക്കും. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണേ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐഡിയൽ പ്ലാസ്റ്റിക് ആയിരിക്കും. എന്താണ്? ഐഡിയൽ പ്ലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ദിസ് വിൽ ബി ഇലാസ്റ്റിക് സോളിഡ്. ദിസ് വിൽ ബി ഇലാസ്റ്റിക് സോളിഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, റെഡി? റെഡിയല്ലേ? 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 റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡോ? ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഒന്നുമില്ലടാ. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്താ? എ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഇവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും? ഈൽഡ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതേപോലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഈസ് കോൾഡ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ക്ലിയർ ആണോ? റെഡി? ഓക്കെ, അപ്പൊ ഒരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും? അതിന്റെ ഈൽഡ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതേപോലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് കാണിച്ചിട്ടില്ലേ? ഇതാ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഓക്കെ, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഗ്രേഡിയന്റ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ അനഘ? ഓക്കെ അല്ലേ? ശരി. അപ്പോ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? റെഡിയാണോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. നിങ്ങൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ചെയ്യാൻ പറ്റുന്നതാണോ നോക്ക്. ചെയ്യാൻ പറ്റുന്നതാണോ നോക്കടാ. ഓക്കെ, ആർക്കും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മാസ് ഓഫ് ലിക്വിഡ് വെയിറ്റ് 500 ന്യൂട്ടൺ. ഓക്കെ സർ, മാസ് ആണോ വെയിറ്റ് ആണോ? ഇവിടുത്തെ എന്താ തന്നിരിക്കുന്നത്? മാസ തന്നിരിക്കുന്നത്. ചെയ്ത് നോക്ക്, ജസ്റ്റ് ട്രൈ ചെയ്ത്, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ 50.99 കിലോഗ്രാം എഡ്രിക് എഡ്ഗി. ശരിയാണല്ലോടാ, മാസ് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതല്ലേ? ആണല്ലോ.
ഇത് തന്നെയാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, 178.46 അനഘ. അയ്യോ, കറക്റ്റ് ഉത്തരം കിട്ടിയല്ലോടാ. യെസ്, ഓക്കെ. യെസ്, എഡ്രിക് എഡ്ഗി കറക്റ്റാ. ഈ യൂണിറ്റ് ഒക്കെ പറയാം. 178.46 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ശരി, നമുക്ക് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, എ മാസ് ഓഫ് ലിക്വിഡ് വെയിറ്റ് 500 ന്യൂട്ടൺ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. വെയിറ്റ് എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ഈസ് എക്സ്പോസ് ടു എ സ്റ്റാൻഡേർഡ് എർത്ത് ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു 9.806 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? ഓക്കെ, അതായത് നോക്ക്, എ മാസ് ഓഫ് ലിക്വിഡ് വെയിറ്റ് 500 ന്യൂട്ടൺ എന്ന് പറയുന്നത് എവിടെ ചെയ്തു? എക്സ്പോസ് ചെയ്തു ടു സ്റ്റാൻഡേർഡ് എർത്ത് ഗ്രാവിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് എത്രയാണ്? What will be its weight in a planet with acceleration due to gravity 3.5 meter per second square? സിംപിളാ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വെയിറ്റ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫസ്റ്റ് എന്ന് പറയുന്നത് മാസ് കണ്ടുപിടിക്കണം. സോ എം ഈസ് ഈക്വൽ ടു എന്താ കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ്, വെയിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഓൾറെഡി ഒരു വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ W1 എന്ന് ഡിനോട്ട് ചെയ്തു. എന്താണ് W1? ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് കേസാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംപ്ലി ദ വാല്യൂസ് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം മക്കളെ, W ഈസ് ഈക്വൽ ടു mg എന്ന് പറയുന്ന ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഫോഴ്സ് അല്ലേ. അപ്പൊ F ഈസ് ഈക്വൽ ടു ma അല്ലേ. ഇവിടെ വെയിറ്റ് എന്ന് വരുന്ന സമയത്ത് F ഈസ് ഈക്വൽ ടു mg ആയിരിക്കും. G എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ആണ്. അപ്പോൾ മാസ് ഈക്വൽ ടു W ബൈ G അല്ലേ. അങ്ങനെയാണെങ്കിൽ മാസ് ഈക്വൽ ടു W, ദാറ്റ് ഈസ് 500 ന്യൂട്ടൺ അല്ലേ. അപ്പോ ന്യൂട്ടൺ SI യൂണിറ്റ് അല്ലേ. 500 ഡിവൈഡഡ് ബൈ 9.806 ആണ്. സോ ഇത് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 50.98 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഉത്തരം, കുറച്ച് പേര് കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുണ്ട്. ശരി കേട്ടോ. അപ്പൊ ആദ്യത്തെ കേസ് ഡൺ. അടുത്ത് രണ്ടാമത്തെ കേസ് നോക്കാം. എന്താണ് കേസ് 2? വാട്ട് ഈസ് കേസ് 2? എന്താണ് കേസ് 2? അവിടെ what will be its weight in a planet with acceleration due to gravity is 3.5 meter per second square. അതായത് വേറൊരു പ്ലാനറ്റിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 3.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വെയിറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ. കേസ് 2-ൽ G തന്നിട്ടുണ്ട്, വേറെ പ്ലാനറ്റില്. അപ്പം G1 എന്ന് എടുക്കാം. എത്രയാ? 3.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് W1 ആണ് അല്ലേ. വെയിറ്റ് എന്ന് പറയുമ്പോൾ W1 ആണ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? W1 ഈക്വൽ ടു mg1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? ചെയ്യാമോ? ഇവിടെ W1 ഈസ് ഈക്വൽ ടു എന്തോന്നാണാവോ? മാസ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? 50.98. അപ്പോ 50.98 ഇൻറ്റു G1 എന്ന് പറയുമ്പോൾ 3.5. അപ്പൊ W1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 178.46 ന്യൂട്ടൺ എന്ന് കിട്ടും. ലക്ഷ്മി ശ്രീ ഹരിദാസ് കറക്റ്റ്. അനഘ കറക്റ്റ്. 142. അനഘയ്ക്ക് തെറ്റിയിട്ടുണ്ടല്ലോടാ. 142 അല്ലല്ലോ, 178 അല്ലേ കിട്ടുക. അനഘയ്ക്ക് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണേ, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണേ. ഓക്കെ, തെറ്റി. ഓക്കെ,
ശരി, കറക്റ്റ് ചെയ്ത് തന്നെ കേട്ടോ. ശരിടാ മക്കളെ, അപ്പോ വളരെ സിമ്പിൾ അല്ലേടാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈസി സംഭവം. യെസ്, കിട്ടി. ഓക്കെ, കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം പോയാലോ? നെക്സ്റ്റ് വൺ. Determine the specific gravity of a fluid having viscosity of 0.07 poise and kinematic viscosity of 0.4042 stokes. അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. Of a fluid having viscosity of 0.07 poise. അല്ലേ? വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. വിസ്കോസിറ്റി മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. മ്യൂ ഇസ് ഈക്വൽ ടു 0.07 പോയിസ് ആണ്. കണ്ടോ, 0.07 പോയിസ് ആണ്. സാരമില്ല. കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാ? 0.042 സ്റ്റോക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പം ചെറിയ സ്മോൾ വി ഇസ് ഈക്വൽ ടു 0.042 സ്റ്റോക്സിലാണ് തന്നിരിക്കുന്നത്. പ്രശ്നമില്ല. കണ്ടുപിടിക്കാനുള്ളത് എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എടാ മക്കളെ, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ അറിയാവോ? റോ ഡിവൈഡഡ് ബൈ റോ ഡബ്ല്യു എന്നൊരു ഇക്വേഷൻ ഉണ്ട്. റോ ഡിവൈഡ് ബൈ റോ ഡബ്ല്യു എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് പഠിച്ചു വെച്ചോ. അല്ലേ? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. ക്ലിയർ? ക്ലിയർ ആണോ? ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ്, പോയിസും സ്റ്റോക്കും. നമുക്ക് ഈ പോയിസിനെ സ്റ്റോക്കിനെ എന്ത് ചെയ്യണം? പോയിസിനെ സ്റ്റോക്കിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. പോയിസൺ സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോ പോയിസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പോയിസിനെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതേപോലെ സ്റ്റോക്കിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? സ്റ്റോക്കിനെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിട്ടും കൺവേർട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കണം മക്കളെ, ഒരിക്കലും കൺവേർഷൻ ഒരിക്കൽ പറഞ്ഞുതരാം. 1 പോയിസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? 1 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ സെക്കൻഡ്. ക്ലിയർ? ഓക്കെ ആണോ? അപ്പോ ഇവിടെ എത്ര പോയിസാ? 0.07 പോയിസാ. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 0.07 പോയിസ് അല്ലേ? അപ്പോ മ്യൂ ഈസ് ഈക്വൽ ടു ഇതിന് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.07 പോയിസ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒന്നുമില്ല. ഇവിടെ നോക്കിക്കേ, ഒരു പോയിസ് എന്ന് പറയുമ്പോൾ 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0.07 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 0.1 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.007 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. 7 × 10⁻³ കറക്റ്റ്. 7 × 10⁻³ ആണ്. അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ ഡെസിമൽ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ എഴുതാം. അടുത്തെന്ന് പറയുന്നത് സ്റ്റോക്സ് ആണ്. അപ്പോൾ സ്റ്റോക്സ് എന്ന് പറയുന്ന സമയത്ത് വി ഈസ് ഈക്വൽ ടു എത്ര സ്റ്റോക്സാ? 0.042 സ്റ്റോക്സ് ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.042 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ സെക്കൻഡ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് ഒരു ഇക്വേഷൻ? എന്താണ്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കൈനമാറ്റിക് വിസ്കോസിറ്റി? എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്?
എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി പഠിച്ച കാര്യങ്ങളാണ്. ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് മനസ്സിലായടാ? ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? റോ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? റോ ഇത് ഡിനോട്ട് ചെയ്യുന്നു. റെഡി അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കണം ആദ്യം അല്ലേ? കാരണം ഇവിടെ നോക്കിക്കേ, ഈ ഇക്വേഷൻ നോക്കിക്കേ. ഈ ഇക്വേഷൻ അതായത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോ ബൈ റോ ഡബ്ല്യു ആണ്. അപ്പൊ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റോ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെടാ. അപ്പൊ എന്താ? കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻറ്റു റോ ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഈ റോ എങ്ങനെ കണ്ടുപിടിക്കും? റോ ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ കൈനമാറ്റിക് വിസ്കോസിറ്റി. ശരിയല്ലടാ? റോ ഈസ് ഈക്വൽ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ കൈനമാറ്റിക് വിസ്കോസിറ്റി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എത്രയാ? ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ മ്യൂ അല്ലേ? ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ അല്ലേ? അപ്പോ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. യെസ്, എത്രയാ? 0.007. അങ്ങനെയാണെങ്കിൽ 0.007 ഡിവൈഡ് ബൈ കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാടാ? പറയൂ, എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി? പറയൂ. കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 0.042 സ്റ്റോക്സ്. യെസ്, സ്മോൾ വി എത്രയാ? 0.42 ഇൻറ്റു 10⁻⁻⁴. 0.042 ഇൻറ്റു 10⁻⁻⁴. കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യുക, ഉത്തരം കിട്ടും. എത്ര കിട്ടി? 1666.6 അനക കിട്ടി. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. യെസ്, ലക്ഷ്മി ശ്രീക്കും കിട്ടി. ഓക്കെടാ, ഹാപ്പി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1.1666.7 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാമോ? നോക്കിയടാ, ഇതിൽ നിന്നും നാം കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? അപ്പോ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ഈക്വൽ ടു റോ ബൈ റോ ഡബ്ല്യു. ഇപ്പൊ എസ് ഈക്വൽ ടു റോ എന്ന് പറയുമ്പോൾ കണ്ടുപിടിച്ചു. എത്രയാ? 1666.7 ഡിവൈഡ് ബൈ റോ ഡബ്ല്യു ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാ? 1000. അപ്പൊ എസ് എത്ര കിട്ടി? നിങ്ങൾ എല്ലാവരും ഉത്തരമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാടാ? റോയെ ആയുള്ളൂ. നമ്മളിതാ ആദ്യമേ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര കിട്ടി? 1.6667 എന്ന് കിട്ടി. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ 1.6667 ആണെന്ന് കിട്ടും. റെഡി?
മനസ്സിലായെങ്കിൽ എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ട് തരാമോടാ. ഓക്കെ, Anagha Lakshmi Sri is ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ആണേ. ലാസ്റ്റ് പ്രോബ്ലം ആണേ. ഇന്നത്തെ ലാസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു PYQ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഓക്കെ, ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്ക്, അറിയാം. ഓക്കെ, ഇവിടെ ഡിറ്റർമൈൻ ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഹാവിംഗ് കൈനമാറ്റിക് വിസ്കോസിറ്റി 6 stocks. അപ്പോൾ സ്മോൾ വി തന്നിട്ടുണ്ട്. സ്മോൾ വി എത്രയാ? 6 സ്റ്റോക്ക് ആണ് തന്നിരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് വിസ്കോസിറ്റി കണ്ടുപിടിക്കുക. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഡൈനാമിക് വിസ്കോസിറ്റി, ദാറ്റ് ഈസ് മ്യൂ കണ്ടുപിടിക്കുക. വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ഇവിടെ നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ 6 സ്റ്റോക്ക് ആണ് തന്നിരിക്കുന്നത്. 6 സ്റ്റോക്ക് ആണ്. അപ്പൊ ഇത് എന്താക്കി മാറ്റണം? ഒരു മിനിറ്റ് ഇടാ. ഈ ചെയ്തേ ഇവിടെ ചെറിയ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടെ NS അല്ല, സെക്കൻഡ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. യൂണിറ്റിൽ ചെറിയൊരു കറക്ഷൻ. യെസ്, ചെയ്ത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ 6 സ്റ്റോക്ക് ആണെങ്കിൽ 6 ഉത്തരം കിട്ടിയ 1.2. കറക്റ്റ് ഉത്തരം, കറക്റ്റ് ആൻസർ 1.2. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചെയ്തുതരാം. 6 സ്റ്റോക്സ് ആണ്. 6 സ്റ്റോക്സ് എന്ന് പറയുമ്പോഴത്തേ നമുക്ക് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 6 സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്? ദാറ്റ് ഈസ് 6 ഇൻറ്റു എന്താണ്? 0.042 ഇൻറ്റു 10⁻⁻⁴ ആണ്.
ഓക്കെ, സോറി, വൺ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 10⁻⁻⁴ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ, അപ്പോ 6 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? 6 × 10⁻⁻⁴ ആണ്. 6 × 10⁻⁻⁴ ആണ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് m²/s. ഓക്കെ അല്ല മക്കളെ? അങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ കണ്ടുപിടിക്കേണ്ടത്. വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ പഠിച്ചോണം. മ്യൂ ഈസ് ഈക്വൽ ടു റോ വി. മ്യൂ ഈസ് ഈക്വൽ ടു റോ വി. ദാറ്റ് ഈസ് വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു കൈനമാറ്റിക് വിസ്കോസിറ്റി. ഇവിടെ റോ എന്ന് പറയുന്ന ആളുണ്ട്, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. നമുക്ക് അറിയാമോ? അറിയില്ല. അപ്പൊ ആദ്യം ഇവനെ കണ്ടുപിടിക്കണം. അപ്പൊ അവനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? എസ് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു റോ ബൈ റോ ഡബ്ല്യു അല്ലേടാ? ഇവിടെ എസിന്റെ വാല്യൂ നമുക്കറിയാം, റോ ഡബ്ല്യൂയുടെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ റോ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ചെയ്യാം? ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ? അപ്പോ റോ ഈസ് ഈക്വൽ ടു എസ് റോ ഡബ്ല്യു. റോ ഈസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു റോ ഡബ്ല്യു, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാ? 1000 ആണ്. സോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 2000. ക്ലിയർ ആണോ? യൂണിറ്റ് kg/m³. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്തുവിടെ മക്കളെ. എങ്ങനെയാ? മ്യൂ ഈസ് ഈക്വൽ ടു റോ വി ആണ്. അപ്പോ മ്യൂ ഈസ് ഈക്വൽ ടു റോ എന്ന് പറയുമ്പോൾ 2000 ഇൻറ്റു വി എന്ന് പറയുമ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാ? 6 × 10⁻⁴. 6 × 10⁻⁴. So mu is equal to, just calculate ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. You will get 1.2 Nm/m². 1.2 Nm/m². യെസ്, അനഘയ്ക്ക് നേരത്തെ ആൻസർ കിട്ടിയിരുന്നു. കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടോ? ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണേ. അപ്പോ ഇതും എന്ത് തന്നെയാണ്? ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ഇത്രയും പഠിച്ചോ നിങ്ങൾ? അപ്പൊ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ ചെയ്യാൻ അറിയാലോ. കണ്ടല്ലോ എന്തൊക്കെ ഇക്വേഷൻസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. സോ യെസ്, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നോക്കൂ. നമ്മൾ സിലബസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ ഡിഫറെന്റ് ക്വാണ്ടിറ്റി, സിമ്പിൾ ആൻഡ് യൂണിറ്റ് നമ്മൾ പഠിച്ചു. അതേപോലെ ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി, അതേപോലെ സ്പെസിഫിക് വോളിയം പഠിച്ചു. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചു. ദെൻ ടെമ്പറേച്ചർ പഠിച്ചു. ദെൻ വിസ്കോസിറ്റി പഠിച്ചു. ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി പഠിച്ചു. വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ പഠിച്ചു. ദെൻ കംപ്രസിബിലിറ്റി പഠിച്ചു. വേപ്പർ പ്രഷർ പഠിച്ചു. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസാക്സ് ലോ പഠിച്ചു. സർഫസ് ടെൻഷൻ പഠിച്ചു. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഏതൊക്കെയാന്ന് പഠിച്ചു. ദെൻ അതിന്റെ ഗ്രാഫ് പഠിച്ചു. എന്നിട്ട് നമ്മൾ 3 പ്രോബ്ലംസും ചെയ്തു. ക്ലിയർ ആണോ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പറയുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നോക്കട്ടെ. വെരി ഗുഡ് ക്ലാസ്. യെസ്, ഓക്കെ. പിന്നല്ല പോളി ക്ലാസ്. ഓക്കെ, ഓക്കെ, സെറ്റാണ് മക്കളെ. റെഡി? അങ്ങനെയാണെങ്കിൽ
നോക്കൂ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. യെസ്, അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഓക്കെ, ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. നമ്മുടെ ഡയമണ്ട് പ്ലാന്റെ കാര്യങ്ങൾ പറയുക. ജൂലൈ 15 വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ. ഓക്കെ, സോ യെസ്, ഞാൻ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ യെസ് മക്കളെ, വെബ്സൈറ്റ് ലോഞ്ച് ആകുമ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. വെബ്സൈറ്റിൽ എല്ലാ വീഡിയോസും ഉണ്ടാവും. വെബ്സൈറ്റ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യട്ടോ. ഉടനെ തന്നെ. ഒരു പ്രശ്നം തീരുമ്പോൾ വേറൊരു പ്രശ്നം സ്വാഭാവികം. നമ്മുടെ സ്പേസ് എക്സിൽ കുറെ കാലമായിട്ട് ഒരുപാട് റോക്കറ്റ്സ് പൊട്ടിത്തെറിച്ചതാ. മുകളിൽ പൂം പൊട്ടിത്തെറിക്കും. ഇതവസ്ഥ ടെക്നോളജി അല്ലേ. ഒന്ന് ഫിക്സ് ചെയ്ത് വരുമ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടാവും. ഇതാ പ്രശ്നം. അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഏകദേശം റെഡി ആയിട്ടോ. കാരണം ഇതെന്താ സംഭവം അറിയോ, നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ കോംപ്ലക്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് വരുമ്പോൾ അത് മനസ്സിലാകും. ഓക്കെ, ഫ്രാങ്ക് ലെക്ചേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് മീൻസ് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കോംപ്ലക്സിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഓട്ടോമേറ്റഡ് ആണ് വെബ്സൈറ്റിൽ. അത് നിങ്ങൾക്ക് വരുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ആ സമയം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയൊരു ഡിലേ ഉണ്ട്. എന്തായാലും റെക്കോർഡ് ക്ലാസ്സിന് ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരും. അതിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു 1 hourനുള്ളിൽ ഈ ലൈവിന്റെ തന്നെ റെക്കോർഡും കൂടാതെ ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് ഇട്ട് തരും. ഓക്കെ, വെബ്സൈറ്റ് തുടങ്ങിയ ശേഷം റെക്കോർഡ് ഒക്കെ ഇവിടെ ഉണ്ടാവും. റെക്കോർഡ് മാത്രമല്ല നോട്ട്സും എല്ലാം വെബ്സൈറ്റിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ ഡൺ. അപ്പൊ യെസ്, അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ചു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുക. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോ താങ്ക് യു സോ മച്ച് ഗായ്സ്. നന്നായിട്ട് പഠിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ഒരു വാർത്ത. ഓക്കെ, എല്ലാ ഫ്രണ്ട്സിനോടും പറ അടിപൊളി ക്ലാസ് ആണ്, പഠിച്ചിരിക്കും എന്ന് പറ. ഇപ്പൊ നിങ്ങൾ പഠിച്ചു അല്ലെ? ഇപ്പൊ നിങ്ങൾ പഠിച്ചു. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സും പഠിക്കണം. കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കണം. സോ മാക്സിമം നമ്മുടെ മംഗൽ ബാച്ചിന്റെ കാര്യങ്ങൾ, മംഗൽ ബാച്ച് റിലേറ്റഡ് ഉള്ള വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? ഓക്കെ മക്കളെ, അപ്പൊ ബൈ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ബൈ.